ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെ നിരാശയിലാഴ്ത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. IPL-ൽ ധോണിയുടെ മാസ്മരിക പ്രകടനം കാണാം എന്ന് ആഗ്രഹിച്ചവർക്ക് വൻ നിരാശ. അതെ, കേട്ടത് സത്യമാണ്. മുൻ ഇന്ത്യൻ നായകൻ MS ധോണിയുടെ പരിക്ക്. കാൽവണ്ണയ്ക്ക് പരിക്കേറ്റ ധോണിക്ക് സീസണിലെ ആദ്യ രണ്ടാഴ്ചത്തെ മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് ടീം തന്നെ അറിയിച്ചു. മാർച്ച് 30-ന് ഗുവാഹത്തിയിൽ രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് ചെന്നൈയുടെ ആദ്യ മത്സരം. ആദ്യ രണ്ടാഴ്ച പുറത്തിരിക്കേണ്ടി വരുന്ന ധോണി ഏപ്രിൽ 11-ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള മത്സരത്തിലൂടെയോ ഏപ്രിൽ 14-ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുള്ള മത്സരത്തിലൂടെയോ തിരിച്ചെത്തിയേക്കും. ധോണിയുടെ അഭാവത്തിൽ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പിംഗ് ചുമതല വഹിക്കും. ധോണിയുടെ പിൻഗാമിയായി ടീം മാനേജ്മെന്റ് കാണുന്ന സഞ്ജുവിനെ കഴിഞ്ഞ ഡിസംബറിലെ ലേലത്തിന് മുന്നോടിയായി വലിയൊരു ട്രേഡിലൂടെയാണ് ചെന്നൈ ടീമിലെത്തിച്ചത്. രവീന്ദ്ര ജഡേജയെയും സാം കറിനെയും രാജസ്ഥാൻ റോയൽസിന് നൽകി സഞ്ജുവിനെ പകരം വാങ്ങുകയായിരുന്നു. കഴിഞ്ഞ സീസണിൽ ചെന്നൈക്കായി 14 മത്സരങ്ങളിലും കളിച്ച ധോണി 135.17 സ്ട്രൈക്ക് റേറ്റിൽ 196 റൺസ് നേടിയിരുന്നു. പതിവ് നായകൻ ഋതുരാജ് ഗെയ്ക്വാദിന് പരിക്കേറ്റതിനെ തുടർന്ന് ഭൂരിഭാഗം മത്സരങ്ങളിലും ധോണിയാണ് ടീമിനെ നയിച്ചത്. എങ്കിലും 14 മത്സരങ്ങളിൽ വെറും 4 എണ്ണത്തിൽ മാത്രം ജയിച്ച് പോയിന്റ് പട്ടികയിൽ അവസാനക്കാരനായാണ് ചെന്നൈ സീസൺ അവസാനിപ്പിച്ചത്. 44-ാം വയസ്സിലും കളിക്കളത്തിൽ സജീവമായ ധോണി ഈ സീസണിൽ മൈതാനത്തിറങ്ങിയാൽ IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കും. മുംബൈ ഇന്ത്യൻസ് മുൻ താരം പ്രവീൺ താംപെയുടെ റെക്കോർഡാണ് ധോണി മറികടക്കുക. 2020 ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും IPL-ൽ ചെന്നൈയുടെ കരുത്തായി ധോണി തുടരുകയാണ്. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ മലയാളികളുടെ അഭിമാന താരം സഞ്ജു സാംസണിന്റെ അരങ്ങേറ്റത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തിങ്കളാഴ്ച, അതായത് മാർച്ച് 30-ന് രാത്രി ഗുവാഹത്തിയിലെ ബർസാപര സ്റ്റേഡിയത്തിലാണ് CSKയും രാജസ്ഥാൻ റോയൽസും കൊമ്പുകോർക്കുക. കഴിഞ്ഞ സീസൺ വരെ താൻ നയിച്ച അതേ ടീമിനെതിരെ തന്നെ സഞ്ജു CSKയിൽ അരങ്ങേറുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. കരിയർ ബെസ്റ്റ് ഫോമിൽ നിൽക്കവെയാണ് അദ്ദേഹം ഈ മത്സരത്തിനായി കച്ചമുറുക്കുന്നത്. കഴിഞ്ഞ T20 ലോകകപ്പിലെ ഗംഭീര ഫോം ഇനി IPL-ലും തുടരുകയാവും സഞ്ജുവിന്റെ ലക്ഷ്യം. CSKയുടെ ജേഴ്സിയിൽ അദ്ദേഹം തുടക്കം മോശമാക്കാൻ സാധ്യതയില്ല. 50+ സ്കോറോ സെഞ്ചുറിയോ തന്നെ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. IPL-ന്റെ അവസാനത്തെ 6 സീസണുകൾ എടുത്താൽ എല്ലായ്പ്പോഴും ബാറ്റിംഗിൽ ഗംഭീരമായി തന്നെ തുടങ്ങുന്നയാളാണ് സഞ്ജു സാംസൺ എന്ന കണക്കുകൾ പറയുന്നു. 2020 മുതൽ രാജസ്ഥാൻ റോയൽസിനായി അദ്ദേഹം കളിച്ചിട്ടുള്ള ഓരോ സീസണിലെയും ആദ്യ കളിയിൽ തകർപ്പൻ ഇന്നിംഗ്സുകളാണ് കളിച്ചിട്ടുള്ളത്. 2020 മുതൽ കഴിഞ്ഞ വർഷം വരെ എടുത്താൽ ഒരു സീസണിലും ആദ്യ കളിയിൽ സഞ്ജു നിരാശപ്പെടുത്തിയിട്ടില്ല. 50+ ഗ്യാരണ്ടിയാണെന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലേലത്തിൽ അൺക്യാപ്ഡ് താരങ്ങളായ കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ എന്നിവർക്കായി വലിയ തുക മുടക്കിയ CSK ബൌളിംഗ് നിര ശക്തിപ്പെടുത്താൻ രാഹുൽ ചഹാർ, മാറ്റ് ഹെൻറി, അഖിൽ ഹുസൈൻ എന്നിവരെയും സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്തരത്തിലുള്ള ഒരു ബൌളിംഗ് ഓപ്ഷനായിരിക്കും ചെന്നൈ തിരഞ്ഞെടുക്കുക എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്.